KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി സവാദിന്റെ ദൃശ്യം 24-ന് തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് സവാദ് ബസ് കയറുന്നതാണ് ആ ദൃശ്യം. ചേട്ടൻ വിശ്രമിച്ച് നിൽക്കുകയാണ് കേട്ടോ. തീരുമാനിച്ചു, യാത്ര തുടങ്ങി. പെൺകുട്ടികൾ ജാഗ്രതയായിട്ടിരിക്കുക, പുള്ളി വരവ് തുടങ്ങി. സൂരജ്, ഈ മനുഷ്യൻ പോലീസിലല്ലേ, ഇപ്പോൾ കസ്റ്റഡിയിലല്ലേ? വിവരങ്ങൾ പറയൂ. പോലീസിന്റെ വലയിൽ സവാദിനെ പെടുത്തിയ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 14-നാണ് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ സവാദ് കയറുന്നത്. ഈ തൃശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സവാദ് ഇങ്ങനെ KSRTC ബസ്സിൽ കയറുന്നു. തൃശൂരിൽ നിന്ന് അധിക ദൂരം ബസ് പുറപ്പെട്ടില്ല. പടിഞ്ഞാറേക്കോട്ടയിലേക്ക് എത്തിയപ്പോൾ സവാദ് ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. ഇതോടുകൂടി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ തന്നെ സവാദിനെ തടഞ്ഞു വെച്ച് തൊട്ടടുത്തുള്ള പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പക്ഷേ പോലീസിന് കൈമാറുന്നതിന് മുമ്പ് അവിടെ നിന്ന് സവാദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 2023-ൽ കൊച്ചിയിലും സമാന സംഭവമായിരുന്നു. അന്ന് ബസ്സിൽ യുവതിയോട് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തുകയും യാത്രക്കാർ പിടിച്ചുവെക്കാൻ ശ്രമിച്ചപ്പോൾ സവാദ് അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. അന്ന് സവാദ് ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇക്കുറിയും സമാനമായ ലൈംഗികാതിക്രമം നടത്തി ഓടി രക്ഷപ്പെട്ട സവാദിനെ പക്ഷേ പൊള്ളാച്ചിയിൽ നിന്ന് തൃശൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അല്പസമയത്തിനകം തന്നെ സവാദിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. 2023-ൽ ഈ കേസിൽ, ആദ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയ സവാദിന് അന്ന് ജയിലിൽ വലിയ സ്വീകരണം നൽകിയതൊക്കെ വിവാദമായിരുന്നു. ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് സവാദിനെ പിന്തുണച്ച് സ്വീകരണമൊക്കെ നൽകിയത്. അന്ന് സവാദ് കുറ്റം ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ സവാദ് വീണ്ടും പിടിയിലായിരിക്കുന്നത്.